ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രെഡ് പിസയുടെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ബ്രെഡ് പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ക്യാപ്സിക്കം വേണം, ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ കുറച്ച് ഓണിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ മോസറല്ല ചീസ്. ചിക്കൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത് ചെറുതായിട്ട് പിച്ചെടുത്തതാണ്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കെച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അതല്ല നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ട് എങ്കിൽ അത് ചേർത്താൽ മതി. കെച്ചപ്പാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാ സ്ഥലത്തും ആവുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത്, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതുപോലെ തന്നെ ഓനിയൻ കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസും ഓരോ ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ മുകളിലും വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡിലും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ സ്ലൈസൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ സ്ലൈസ് ബ്രെഡും ഇതിൻ്റെ മുകളിൽ വെക്കാം. എൻ്റെ ഈ ഒരു പാനിൽ 4 സ്ലൈസ് ബ്രെഡ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇത് ഒരടപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. 4 മുതൽ 5 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. മുകളിലെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിസ്സ സോസ് ഒന്നും വേണമെന്നില്ല. കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഞാൻ കെച്ചപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ല നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ കുറച്ചുകൂടി നന്നാവും. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് കരിഞ്ഞു പോകുമെന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ആദ്യം ഒരു പാൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് ആ പാൻ വെക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, അടിഭാഗത്ത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ക്രിസ്പിയുമാണ്. ഇന്ന് തന്നെ നിങ്ങളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ചൂട് ചായൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് പിസയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്